സരിൻ്റെ ഫോട്ടോ വച്ചുള്ള ബലൂണുകൾ, കട്ടൗട്ടുകൾ, അങ്ങനെ വലിയ കൊടികളൊക്കെ തന്നെ ഉയർത്തിക്കൊണ്ട് സരിനു വേണ്ടി ഒരു ആവേശത്തോടു കൂടിയുള്ളൊരു കൊട്ടിക്കലാശം, അതാണ് നമ്മൾ പാലക്കാട് കാണുന്നത്. ഇപ്പോൾ പാലക്കാട് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ പ്രവർത്തകർ അണിനിരക്കുന്നുണ്ട്. എല്ലാവരും വലിയ ആവേശത്തിലാണ്. ഈ പ്രവർത്തകരൊക്കെ തന്നെ ആവേശത്തിലാണ്. കാരണം എന്താ വെച്ചാൽ ഇത് അവസാന ദിവസമാണ്, പരസ്യപ്രചരണത്തിൻ്റെ അവസാന ദിവസമാണ്. പ്രവർത്തകരുണ്ട്, നേതാക്കളിവിടെയുണ്ട്. അങ്ങനെ നിരവധി പേർ ഇവിടെ ഈ ഒരു പാലക്കാടിൻ്റെ DC-യുടെ മുന്നിലുണ്ട്. കാരണം ഇത് അവസാന ലാപ്പിലുള്ള ആവേശകരമാണ്. കാരണം പാലക്കാട് ഞാൻ വന്ന് ഇതുവരെ കാണുന്ന പല ഇലക്ഷനുകളൊക്കെ കാണുമ്പോൾ അതിൽ CPM ഇത്രത്തോളം ആവേശമുള്ള ഒരു ഇലക്ഷൻ ഇത് തന്നെയായിരിക്കും എന്ന് പറയാം. കാരണം അത്രയധികം ആവേശത്തിലാണ്. താഴെ തട്ട് മുതൽ CPM ഈ ഒരു തിരഞ്ഞെടുപ്പിൽ വർക്ക് ചെയ്ത് ഉപതെരഞ്ഞെടുപ്പിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ MP രാജേഷ് അടക്കം ഇവിടെയുണ്ട്. മിനിസ്റ്റർ അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ പ്രചരണത്തിൻ്റെ. അപ്പോൾ എന്താണ് തോന്നുന്നത്? ഇപ്പോഴും മറ്റു വിഷയം മാത്രമാണ് ഉയർത്തുന്നത്. പാലക്കാട് തങ്ങളെ പറഞ്ഞ വിഷയം മാത്രം. നമ്മുടെ ഈ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. ഡോക്ടർ സരിന്റെ സ്ഥാനാർത്ഥിത്വം ഈ മണ്ഡലത്തിലെ എല്ലാ ഭാഗങ്ങളിലും വലിയ ചർച്ചയ്ക്ക് വിഷയീഭവിച്ചിട്ടുണ്ട്. ഡോക്ടർ സരിൻ ഒരു ചരിത്രം സൃഷ്ടിച്ച ഒരു ചരിത്ര വിജയം എന്ന് ഞാൻ പറയും. വലിയ ഓളം ഇങ്ങനെ പ്രത്യക്ഷത്തിൽ മാത്രമല്ല, ബഹുജന മനസ്സുകളിൽ ഓളം സൃഷ്ടിക്കാൻ ഡോക്ടർ സരിന് സാധിച്ചിട്ടുണ്ട്. തുടക്കം മുതലിവിടെ ഉണ്ടായിരുന്നതാണ്. കണ്ണാടി മേഖലയിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. ആ സ്ഥലത്തൊക്കെ എങ്ങനെയാണ് ജനങ്ങളുടെ? കണ്ണാടി മേഖലയിൽ ഞാൻ ഒരുപാട് വീടുകൾ കയറി, ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കാത്തവരുടെ വീടുകളിൽ കയറി. അവർ പറഞ്ഞത് ഈ തവണ ഞങ്ങളുടെ വോട്ട് ഡോക്ടർ സരിനാണ്, സരിൻ വിജയിക്കണം എന്നുള്ള അഭിപ്രായമാണ് അവിടങ്ങളിലെല്ലാം പ്രകടിപ്പിക്കപ്പെട്ടത്. LDF ക്യാമ്പ് വലിയ രീതിയിൽ സരിൻ സ്ഥാനാർത്ഥിയായി വന്നതോടെ ഉണർന്നു. അങ്ങനെ വലിയ രീതിയിലുള്ളൊരു പ്രവർത്തനം താഴെ തട്ട് മുതൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് CPM നേതൃത്വം വിശ്വസിക്കുന്നത്.